ഇൻഫിനിക്സിന്റെ പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇൻഫിനിക്സ് S5 ലൈറ്റ് 8000 രൂപ പ്രൈസ് റേഞ്ചിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് S5 ലൈറ്റിന്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തിരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇൻഫിനിക്സ് S5 ലൈറ്റിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചറായിട്ട് വരുന്നത് അതിന്റെ ഡിസ്പ്ലേ ആണ്. ഈ ഫോണിൽ നമുക്ക് 6.6 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം പഞ്ച് ഹോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 8000 രൂപ പ്രൈസ് റേഞ്ചിൽ വേറെ ഒരു ഫോണിലും നമുക്ക് പഞ്ച് ഹോൾ ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ ലഭിക്കുന്നില്ല. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്ക് ഏകദേശം 90.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ലഭിക്കുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ബാക്കിൽ ഒരു ഗ്രേഡിയൻ കളർ ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ P22 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സറാണ് ഹീലിയോ P22 എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഹീലിയോ P60 അതുപോലെ തന്നെ P70 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഫോണിൽ നമുക്ക് 4 GB റാം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 64 GB ഇൻറ്റേർണലും ലഭിക്കുന്നുണ്ട്. സാധാരണ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് 3 GB റാമും 32 GB ഇൻറ്റേർണലുമാണ് ലഭിക്കാറ്. പക്ഷേ ഈ ഫോണിൽ നമുക്ക് അതിൽ കൂടുതൽ ലഭിക്കുന്നുണ്ട്. ഇനി മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. Android 9 ബേസ് ചെയ്തിട്ടുള്ള XOS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നിൽ നമുക്ക് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 16 മെഗാ പിക്സലിൻ്റെ f1.8 അപ്പേർച്ചറിൽ വരുന്ന ഒരു മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസർ വരുന്നുണ്ട്. മൂന്നാമത് ഒരു ലോ ലൈറ്റ് സെൻസറും വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ നമുക്ക് ക്വാഡ് LED ഫ്ലാഷ് ലഭിക്കുന്നുണ്ട്. പിന്നെ ലോ ലൈറ്റ് സെൻസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഫോണിൽ നൈറ്റ് മോഡൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 16 മെഗാ പിക്സലിൻ്റെ f2.0 അപ്പേർച്ചറിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. ഈ ഫോണിൽ നമുക്ക് 4000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. മൈക്രോ USB ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ വില വരുന്നത് 7999 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴി നവംബർ 22 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ വലിയൊരു സ്ക്രീൻ സൈസുമായിട്ട് വരുന്ന പഞ്ച് ഹോൾ ഡിസ്പ്ലേ ഉള്ള ഒരു ഫോണാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് വേണ്ടത് ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് വരെയുണ്ട്.